നമുക്ക് ജീവിതത്തിൽ എല്ലായ്പ്പോഴും എന്തുണ്ടായിരിക്കണം? ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം. ജീവിതത്തിൽ എന്തുണ്ടായിരിക്കണം? ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം. ജീവിതത്തിൽ ലക്ഷ്യബോധമില്ല എങ്കിൽ, അല്ലെങ്കിൽ നല്ല ലക്ഷ്യങ്ങളില്ല എങ്കിൽ ജീവിതത്തിൽ എങ്ങും എത്താൻ കഴിയാതെ പോകും കേട്ടോ. അത് പ്രത്യേകം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ്. നമ്മുടെ ജീവിതത്തിൽ, മനുഷ്യ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം. അതുപോലെ നല്ല ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോൾ പ്രത്യേകം മനസ്സിലാക്കുക, നല്ല ലക്ഷ്യങ്ങൾ, നമുക്ക് നന്മയുണ്ടാകുന്ന ലക്ഷ്യങ്ങളായിരിക്കണം നമ്മളുടേത് കേട്ടോ. നമുക്ക് നന്മയുണ്ടാകുന്ന ലക്ഷ്യങ്ങളായിരിക്കണം. അതോടൊപ്പം തന്നെ സമൂഹ നന്മയ്ക്ക് ഉതകുന്ന ലക്ഷ്യങ്ങളും ആയിരിക്കണം കേട്ടോ. നമുക്ക് നന്മയുള്ള ലക്ഷ്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്തായാലും എല്ലാവരും സമൂഹ നന്മയ്ക്ക് ഉതകുന്ന ലക്ഷ്യങ്ങൾ തന്നെ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം. ഒരിക്കലും, വീണ്ടും പറയുകയാണ്, ഒരിക്കലും തെറ്റായ അല്ലെങ്കിൽ തിന്മയുള്ള ലക്ഷ്യങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? വെച്ച് പുലർത്താൻ പാടില്ല. നമ്മളുടെ ലക്ഷ്യങ്ങൾക്ക് ജീവിതത്തിൽ സ്ഥാനം കൊടുക്കാൻ പാടില്ല. നന്മയുള്ള ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ നല്ല ലക്ഷ്യങ്ങൾ എന്ത് ചെയ്യുക? ജീവിതത്തിൽ വെച്ച് പുലർത്തുക. നല്ല ലക്ഷ്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവണം. നല്ല ലക്ഷ്യങ്ങൾ ഉണ്ടായാൽ മാത്രം പോരാ. ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പരിശ്രമിക്കണം. നല്ല പരിശ്രമം കൊണ്ട് മാത്രമേ നമ്മുടെ ജീവിതത്തിലെ നല്ല ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിയൂ, അല്ലെങ്കിൽ നല്ല ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ നേടാനായിട്ട് ഇറങ്ങുമ്പോൾ ജീവിതത്തിൽ എന്തുണ്ടാവും? ജീവിതമാണ്. ഞാൻ പറഞ്ഞല്ലോ, ജീവിതത്തിൽ എന്തുണ്ടാവും? കടൽ പോലെയാണ് ജീവിതം. അപ്പം കടലിൽ തിരമാലകൾ എന്നതുപോലെ ജീവിതത്തിൽ എന്തുണ്ട്? പ്രതിസന്ധികളുണ്ട്. അപ്പം ജീവിതത്തിൽ എന്ത് ചെയ്യും? പ്രതിസന്ധി, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ അവിടെ എന്തുണ്ടാവും? പ്രതിസന്ധികളുണ്ടാവും. ഈ പ്രതിസന്ധികളെ നമുക്ക് എന്ത് ചെയ്യണം? പ്രതിസന്ധികളെ അതിവിദഗ്ധമായിട്ട് തരണം ചെയ്യുവാൻ നമുക്ക് കഴിയണം. അതിവിദഗ്ധമായിട്ട് എന്ത് ചെയ്യണം? പ്രതിസന്ധികളെ തരണം ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയൂ? നമുക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയുകയുള്ളൂ. ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരപ്പെട്ട കാര്യമാണോ? അല്ല. പ്രതിസന്ധികളെ തരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതികഠിനമാണ് കേട്ടോ. നമ്മൾ എന്ത് ചെയ്യണം? പ്രതിസന്ധികളെ തോൽപ്പിച്ച് എന്ത് ചെയ്യണം? മുന്നേറണം. ഒരിക്കലും പ്രതിസന്ധികൾ നമ്മളെ തോൽപ്പിക്കാൻ അവസരം നൽകരുത് കേട്ടോ. ജീവിതമാണ് ചരണം. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് തൊട്ടടുത്ത നിമിഷം സംഭവിക്കുന്നത് എന്താണെന്നറിയാത്ത അത്ഭുത പ്രതിഭാസമാണ് ജീവിതം. അപ്പം ജീവിതത്തിൽ എന്തുണ്ടാകും? ആ പ്രതിസന്ധികൾ, എങ്ങനെയാണ് പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പം എങ്ങനെ എന്തുണ്ടാവും? പ്രതിസന്ധികൾ ഉണ്ടാവും. അപ്പം ഈ പ്രതിസന്ധികളെ അതിജീവിക്കാൻ നമുക്ക് കഴിയണം. വളരെ ബുദ്ധിപൂർവവും യുക്തിപൂർവവും ആയി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുകയുള്ളൂ? ആ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ കഴിയുകയുള്ളൂ. ചിലപ്പോൾ വിദഗ്ധോപദേശം സ്വീകരിച്ചിട്ട് പ്രതിസന്ധികളെ നേരിടാൻ ഒരുങ്ങിയാൽ പോലും ചിലപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് വളരെ ബുദ്ധിപരമായിട്ട് അല്ലെങ്കിൽ യുക്തിപൂർവ്വം ചിന്തിച്ചെന്ത് ചെയ്യുക? ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടുക. അതുപോലെ ജീവിത പ്രതിസന്ധികളെ നേരിടുമ്പോൾ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണം എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല ക്ഷമയുണ്ടായിരിക്കണം. ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാൻ നമുക്ക് നല്ല ക്ഷമയുണ്ടായിരിക്കണം. ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിലെ നല്ല ലക്ഷ്യങ്ങൾ നമുക്ക് നേടിയെടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. പരിശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ക്ഷമയും അത്യന്താപേക്ഷിതമാണ്. എങ്കിൽ മാത്രമേ ലക്ഷ്യത്തിലെത്താൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ ജീവിതത്തിൽ ലക്ഷ്യത്തിലെത്തുന്നതിന് വേണ്ടി നമ്മൾ പ്രതിസന്ധികൾ എന്ത് ചെയ്യണം? അതിജീവിക്കണം. അങ്ങനെ പ്രതിസന്ധികളെ അതിജീവിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നന്മ പ്രവർത്തിക്കുക കേട്ടോ. നന്മയിലൂടെ മാത്രം പ്രതിസന്ധികളെ അതിജീവിക്കാൻ ശ്രമിക്കുക കേട്ടോ. അങ്ങനെയുണ്ട്. അങ്ങനെ പ്രത്യേക പോയിന്റ് നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കണം. നന്മയിലൂടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. തെറ്റായ മാർഗത്തിലൂടെ നമ്മൾ ജീവിത പ്രതിസന്ധികളെ അതിജീവിക്കാൻ ശ്രമിച്ചാൽ എന്ത് ചെയ്യും? ജീവിതത്തിൽ വൻ തിരിച്ചടികൾ ചിലപ്പോൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് അത് പാടില്ല. നല്ല ചിന്തകളിലൂടെയും നല്ല പ്രവൃത്തികളിലൂടെയും ജീവിതത്തിലെ പ്രതിസന്ധികളെ നമ്മൾ നേരിടാൻ ശ്രമിക്കുക കേട്ടോ. വളരെ ബുദ്ധിപൂർവ്വം വിവേകത്തോടെയും ജീവിതത്തിൽ പ്രവർത്തിക്കുക. അതുപോലെ തന്നെ കഠിനാധ്വാനം, അതിനുവേണ്ടി നമുക്ക് നല്ല ലക്ഷ്യങ്ങൾ നേടുവാനായിട്ട് അധ്വാനിക്കുക കേട്ടോ. ജീവിതത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ നമുക്ക് നേടിയെടുക്കുവാനായിട്ട് കഴിയും.